എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രേംചന്ദിൻ്റെ ഹിന്ദിയിലെ പ്രശസ്തനായ സാഹിത്യകാരനായ പ്രേംചന്ദിൻ്റെ ഠാക്കൂർ കാ ഖ്വാം എന്നുള്ള കഥയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കഥയിലെ ജോക്കു ഗെങ്കി എന്ന് പറഞ്ഞ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അവരവരുടെ പ്രയാസങ്ങളൊക്കെ ഈ കഥയിൽ പ്രേംചന്ദ് വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവസാനം 1-2 ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഗംഗിക്ക് ചരിത്രഗത വിശേഷം പർ ടിപ്പണി. ഗംഗിയുടെ സ്വഭാവത്തെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ആ പാഠഭാഗത്തിൽ വരുന്ന മറ്റ് ചില ക്വസ്റ്റ്യൻസുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് ടെക്സ്റ്റ് നോക്കി ചെയ്ത് സ്വന്തമായി ചെയ്യേണ്ടതുണ്ട്, ടെക്സ്റ്റ് ബേസ്ഡായിട്ട് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എക്സാമിന് വരുന്ന ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇവിടെ പാഠഭാഗത്തിൽ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്കിന് ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കുക, ഠാക്കൂർ കെ കുएं पर कौन चढ़ने देगा गंगी क्यों इस प्रकार सोचती. ജന്മിയുടെ കിണറ്റിൻകരയിലേക്ക് ആരാണ് പോവുക? ഗംഗി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചതെന്നാണ് ചോദ്യം. അത് ഈ കഥ മുഴുവനും കേട്ട നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കണം ഗംഗി ജന്മിയുടെ കിണറ്റിൻകരയിലേക്ക് ആരാണ് പോവുക എന്നുള്ളത് ചിന്തിക്കാനുള്ള കാര്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പേജ് നമ്പർ 58, പേജ് നമ്പർ 58 ഏറ്റവും താഴെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഷേർ കാ മുഖ് ഇസ്സെ അധിക് ഭയാനക് ന ഹോഗാ. യഹാ ഠാക്കൂർ കെ ദർവാസ കി തുലന ഷേർ കെ മുഖ് സെ ക്യോं की गई. എന്താണ് ചോദ്യം? സിംഹത്തിൻ്റെ വായ് ഇതിനേക്കാൾ ഭയാനകമല്ല എന്ന് ഗംഗയ്ക്ക് തോന്നുന്നുണ്ട്. ഇവിടെ യഹാ ഠാക്കൂർ കെ ദർവാസയ്ക്ക് തുലന ഷേർ കെ മുഖ് സെ ക്യോं की गई. ജന്മിയുടെ ആ കവാടത്തെ സിംഹത്തിൻ്റെ വായയോട് ഉപമിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഒരു ഉപമ കൊടുക്കാനുള്ള കാരണം എന്താണ്? സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം സിംഹത്തിൻ്റെ ആ പ്രത്യേകത എഴുതുക. അതിനൊപ്പം തന്നെ ഠാക്കൂറിൻ്റെ സ്വഭാവത്തിൻ്റെ വിശേഷതയും എഴുതണം. ഇത് രണ്ടും എഴുതണം. ഇതും ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 മുതൽ 4 സെൻറ്റൻസ് വരെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ഷേർ കാ മുഖ് ഇസ്സെ അധിക് ഭയാനക് ന ഹോഗാ എന്നാണ്. സിംഹത്തിൻ്റെ വായ ഇതിലും അതിന് ഭയാനകമായിരുന്നില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജന്മിയുടെ ആ സ്ട്രോങ് ആയുള്ള അവസ്ഥയെക്കുറിച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ അവരെ പേടിപ്പെടുത്തുന്ന അവസ്ഥയെക്കുറിച്ചിട്ട് തന്നെ ആയിരിക്കണം ഗംഗി ചിന്തിച്ചിട്ടുണ്ടാവുക. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പേജ് നമ്പർ 59 ചില ആക്ടിവിറ്റീസുകളുണ്ട്. അതിൽ നോക്കാം. ഏറ്റവും മുകളിലായിട്ട് 3 സെൻറ്റൻസ് കൊടുക്കും. പാഠഭാഗത്തിൽ നിർത്താൻ 3 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഗംഗി ക്യാ ജവാബ് ദേത്തി കിന്തു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ ന ദിയ. ഗംഗി തൻ്റെ ഭർത്താവിന് മറുപടി ഒന്നും കൊടുത്തില്ല, എന്നാൽ അവൾ ആ ദുർഗന്ധം കലർന്ന വെള്ളം കുടിക്കാൻ കൊടുത്തില്ല. ന ദിയ എന്നാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സെന്റൻസ്. उसने गदा और रस्सी उड़ा ली और छिपकर चलती हुई एक वृक्ष के अंधेरे साये में जा गिरी हुई. അവൾ തൻ്റെ കുടവും കയറൊക്കെ എടുത്തിട്ട് കുനിഞ്ഞുകൊണ്ട് ഒരു വൃക്ഷത്തിൻ്റെ തണലിലേക്ക് പോയി, ഒളിച്ചു വയ്ക്കാൻ പോയി. മൂന്നാമത്തെ സെന്റൻസ്. ഠാക്കൂർ കോൻ കോൻ पुकारते हुए कुएं की तरफ आ रहे थे और गंगी जगत से कूदकर भागी जा रही थी. ഠാക്കൂർ തൻ്റെ വാതിൽ തുറന്നിട്ട് ആരാണ് എന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ആ ഗംഗി ജഗത് സെ കൂദ്കർ ആ സ്ഥലത്ത് നിന്ന് ഓടിയിട്ട്
ഭാഗ്യചാരി ഓടിക്കളഞ്ഞു പോയി, അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ 3 സെന്റൻസുകളിലും ഇൻ വ്യവഹാരം സെ താഴെ നോക്കൂ, ഈ പ്രവൃത്തികളിലൂടെ ഗംഗിക്ക് കോൻ കോൻ സെ മനോഭാവ പ്രകടത്തെ, ഗംഗിയുടെ ഏതെല്ലാം മനോഭാവമാണ് പ്രകടമാകുന്നത് അല്ലേ? അതിലൊന്നാമത് നോക്കൂ, ഗംഗി ഭർത്താവ് പറയുന്നുണ്ട് അവര് നിന്നെ ഉപദ്രവിക്കും, കാലും കൈയും തല്ലിയൊടിക്കും എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവള് ഇതൊക്കെ പറഞ്ഞിട്ടും ഗംഗി എന്താ ചെയ്യുന്നത്? ഭർത്താവ് ഇതൊക്കെ പറഞ്ഞിട്ടും ഗംഗി ചെയ്യുന്നത് എന്താ? ആ വെള്ളം ഭർത്താവിന് കുടിക്കാൻ കൊടുക്കുന്നില്ല. ഇതെന്ത് മനോഭാവമാണ് പ്രകടമാകുന്നതാണ്. അങ്ങനെ ഓരോന്നും അർത്ഥം മനസ്സിലാക്കിയിട്ട് എന്ത് മനോഭാവമാണ് പ്രകടം 3 സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി താഴെ നോക്കൂ. ठाकुर के कुएं पर कौन चढ़ने देगा, दूर से लोग टान बताएंगे. ജന്മിയുടെ കിണറിൽ ആരാണ്, കിണറ്റിൻകരയിലേക്ക് ആരാണ് പോവുക? ദൂർ സെ ലോഗ് ടാൻ പത്താങ്കി, വളരെ ദൂരത്തു നിന്ന് കാണുമ്പോഴേക്ക് ചീത്ത വിളിയും പരിഹാസവും ഉണ്ടാവും. 1. അടുത്തത് ഹം ക്യോം നീച്ച് ഔർ യേ ലോഗ് ക്യോം ഊഞ്ച്, इसलिए कि ये लोग गले में थाक डाल देते हैं, यहाँ तो जितने में एक से एक झंडे. നമ്മളെങ്ങനെ, ഞങ്ങളെങ്ങനെ താഴ്ന്നവരായിപ്പോയി, അവരെങ്ങനെ ഉയർന്ന ജാതിക്കാരായിപ്പോയി. അവരുടെ കഴുത്തിൽ ഒരു ചരടുള്ളത് കൊണ്ടാണ് അവരൊക്കെ ഉയർന്ന ജാതിക്കാരായത്. യഹാം തോ ജിത്തിനെ ഏക് സേ ഏക് ചണ്ടേ, അവരിൽ തന്നെ, ഈ ഉയർന്ന ജാതിക്കാരെന്ന് അവകാശപ്പെടുന്ന ഇവരിൽ തന്നെ എത്രയെത്ര വേണ്ടാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അല്ലേ? അവർ ഒരുപാട് കാര്യങ്ങൾ അതിന് ശേഷം ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ചോദ്യം അതല്ല, ഇൻ വിചാരോമേ, ഇതൊക്കെ ഗംഗിയുടെ ചിന്തകളാണ്. ഈ മുകളിൽ പറഞ്ഞ 2 ഗംഗി ചിന്തിക്കുകയാണ്. ഗംഗിക്ക് കോൻ കോൻ സെ ദൃഷ്ടികോൺ പ്രകടത്തെ, ഇവിടെ ഗംഗിയുടെ എന്തെല്ലാം കാഴ്ചപ്പാടാണ് പ്രകടമാവുന്നത്. നേരത്തെ പറഞ്ഞത് മനോഭാവമാണ്, ഇവിടെ ഗംഗിയുടെ എന്ത് കാഴ്ചപ്പാടാണ് പ്രകടമാവുന്നത്. അപ്പോൾ 2 വായിച്ചിട്ട് അതിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചിട്ട് എഴുതാം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ പാഠഭാഗത്ത് വരുന്ന എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ. പിന്നെ പിരമിഡ് പോലത്തെ ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് യൂണിറ്റ് ടെസ്റ്റിലും ഇപ്പം നടക്കുന്ന ടെസ്റ്റ് സീരീസിലൊക്കെ അത്തരം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഇത്രയും ഈ 3 ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ പ്രേംചന്ദിൻ്റെ ഠാക്കൂർ കാ കുവാം എന്നുള്ള പറഞ്ഞ ഈ ചാപ്റ്റർ നന്നായി വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്തുള്ള വീഡിയോ ഒന്നും കൂടി കാണുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത്, ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അപ്പം തന്നെ നിങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ ക്ലിയർ ചെയ്യുക. ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഒഴിവാക്കി വിടാൻ പാടില്ല. കാരണം ഇനി നമുക്ക് ഈ ചാപ്റ്ററുകളൊക്കെ കഴിയുന്നതിനനുസരിച്ചിട്ട് ഈ ഡെയിലി നടക്കുന്ന പരീക്ഷയിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ അതിനോടൊരു ടച്ച് വരും. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യനും വളരെ നല്ല രീതിയിൽ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വർക്കുകൾ ഞങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ.